ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റൗസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോണമല്ലോ ഇന്ന് നമ്മൾ എന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. നമ്മുടെ പക്കാവടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിച്ച് നോക്കണം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ പക്കാവട ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ അരിപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ അനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ രണ്ടും പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് കടലമാവ്, 2 കപ്പ് അരിപ്പൊടി, പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു സ്വല്പം കായപ്പൊടി, ഇത്രയുമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പാകത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കാവടയ്ക്കുള്ള മാവൊക്കെ ഞാൻ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഈ അച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിലേക്ക് ആക്കി നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശേ ഇതുപോലെ ഇതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ പക്കാവടയെല്ലാം ഞാൻ ഇതുപോലെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.